ഇനി അടുത്ത ഒരു എന്താ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് സാധനം, അതായത് നമ്മുടെ മിനിമയൊക്കെ ചേർന്നിട്ടുള്ള നമുക്ക് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസിൽ കുറെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെ. ഓക്കെ, ഇനി ഞാൻ എന്തിനാ ഇവിടെ ഈ എക്സാമ്പിൾസ് പറയുന്നത്? അതായത് ഡെറിവേറ്റീവ് ഒന്നും എടുത്തപ്പോൾ ഈ എക്സാമ്പിൾസ് ഒന്നും പറഞ്ഞല്ലല്ലോ പോയത്. പിന്നെ എന്തിനാ ഇവിടെ ഡെറിവേറ്റീവിന്റെ എക്സാമ്പിൾസ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഉച്ചലെ തൊട്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നതാ. നിങ്ങൾക്കത് സുഖത്തെ എടുത്ത് വെച്ച് ചെയ്യാം. ഇവിടെ ഞാൻ അതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആ പറഞ്ഞിരുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം എവിടുന്ന് എടുത്തതെന്ന് ചോദിച്ചാല് നമ്മുടെ MIT ഇല്ലേ, അതായത് US ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്. അപ്പം അവരുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എവർ ഇൻ ദിസ് വേൾഡ് അവര്. കാരണം ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരെല്ലാം പഠിച്ചിറങ്ങി പോയിട്ടുള്ള അവിടെ. നിങ്ങൾക്ക് അത് തപ്പിയാൽ തന്നെ അറിയാം, ഒരുപാട് പേർക്ക് അറിയായിരിക്കും. അപ്പം എന്താണ് അവരുടെ അവര് പഠിപ്പിക്കുന്ന ഓപ്പൺ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ. ഓക്കെ, അപ്പം ഞാൻ അത് ഫുൾ ഇംഗ്ലീഷിലാണ്. അപ്പൊ ഞാൻ ആ ക്ലാസ് കയറി കണ്ടിട്ട് ഞാൻ അവിടുന്നാ പഠിക്കുന്നത്. അപ്പൊ അതിൽ അവർ ഇട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ്, അതായത് വേൾഡ് ക്ലാസ് പ്രൊഫസേഴ്സ് അവിടെ പറഞ്ഞു തരുന്ന. അപ്പൊ നിങ്ങൾക്ക് എല്ലാം എളുപ്പത്തിൽ മനസ്സിലാവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ മലയാളത്തിലോട്ട് അതേ ആപ്ലിക്കേഷൻസ് എടുത്ത് വെച്ച് തരുന്നതാ. ഓക്കെ, ആ ക്ലാസ് നടക്കുന്നത് നിങ്ങൾക്ക് അവിടെ കയറി നോക്കണമെങ്കിൽ സിംഗിൾ വേരിയബിൾ കാൽക്കുലസിന്റെ എന്താണ് എനിക്ക് ഒന്ന് 2007 റിലീസായ വീഡിയോ, സെപ്റ്റംബറിൽ. ഓക്കെ, അപ്പൊ അന്നത്തെ ആ ഒരു ഇത് വെച്ചിട്ട് അവര് ബോർഡിലൊക്കെയാണ് വിഷ്വൽസ് വരയ്ക്കുന്നത്. ഞാൻ മാക്സിമം അനിമേറ്റ് ചെയ്തെടുക്കാൻ നോക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് കയറി നോക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കയറി നോക്കാം. ഓക്കെ, അവിടെ അവര് ആ പ്രൊഫസേഴ്സ് പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഒരു ഫ്ലോയിൽ തന്നെ ഞാൻ ഇങ്ങനെ പോകുന്നത്. ഓക്കെ, ഇത് അതിൻ്റെ അകത്തുള്ള ഒരു എക്സാമ്പിളാണ്. അപ്പൊ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, ഞാൻ എവിടുന്ന എടുത്തതെന്ന് ഇനി സംശയം തോണ്ട, അതുകൊണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതാ. ഇത് എന്താണെന്ന് മനസ്സിലായി? അതായത് ഈ കാണുന്നത് ഒരു റോപ്പ, അല്ല ഒരു കയറല്ല, ഒരു ചരട്. ഓക്കെ, ഇത് ഞാൻ 2 പോയിന്റിൽ കൊണ്ട് ഫിക്സ് ചെയ്തേക്കുക. ഇപ്പൊ ഓയോ ബിയോ ഒന്നും നോക്കണ്ട, 2 പോയിന്റിൽ കൊണ്ട് ഫിക്സ് ചെയ്തേക്കുക. അല്ല നമ്മുടെ 2 കൈകളിലായിട്ട് പിടിച്ചേക്കുക. ഓക്കെ, ഇനി ഞാൻ അതിന്റെ നടുക്കോട്ട് ഒരു വെയിറ്റ് കയറ്റി വിട്ട്. ഓക്കെ, നമ്മൾ പണ്ട് സ്ഥിരം ചെയ്തിട്ടുള്ള എന്നല്ല, ഒരു കയറെടുത്തിട്ട് അതിന്റെ നടുക്കോട്ട് വട്ടത്തിലിരിക്കുന്ന മറ്റേ ഉഴുന്നോട പോലെ ഇരിക്കുന്ന എന്തെങ്കിലും സാധനം ഇടയ്ക്കോട്ട് മറ്റേ യോയോ ഒക്കെ പോലെ സാധനം കയറ്റി വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി ആട്ടി കളിച്ചോണ്ടിരിക്കും. അപ്പൊ എന്ത് പറ്റും, ഈ നടുക്കത്തെ വെയിറ്റ് തണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റി കളിച്ചോണ്ടിരിക്കാം അല്ലേ? അതാണ് ബേസിക്കലി അതേ സെറ്റപ്പ് തന്നെ. അതായത് ഒരു വെയിറ്റ് എന്താണ് ഒരു റോപ്പിന്റെ നടുക്കൂടെ കയറ്റി വിട്ടേക്കുന്നത്. ഇനി ഇപ്പൊ ഞാൻ ഈ വെയിറ്റിനെ എവിടെയെങ്കിലും കൊണ്ട് ഫിക്സ് ചെയ്താലോ? ഓക്കെ, ഫിക്സ് ചെയ്തിട്ട് എന്ത് ഞാൻ അവരെ സപ്പോസ് എന്താ റിലീസ് ചെയ്താല് കണ്ടോ, അതൊരു ഇക്വിലിബ്രിയം പോയിന്റിൽ ചെന്ന് നിൽക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? അതായത് ഞാൻ ഈ വെയിറ്റിനെ ഏതെങ്കിലും പോയിന്റിൽ കൊണ്ടുവച്ചിട്ട് റിലീസ് ചെയ്താൽ അതൊരു ഇക്വിലിബ്രിയം പോയിന്റിൽ ചെന്ന് നിൽക്കും. അതായത് നടുക്കൊരു പോയിന്റിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. അതിപ്പോ ഇതിന് മാത്രമല്ല, ഏത് പൊസിഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ ഞാൻ ഒരു പോയിന്റിനെ എവിടെയെങ്കിലും ഉറപ്പിച്ചിട്ട് മറ്റേ പോയിന്റ് ആണ് ഇങ്ങനെ മാറ്റിയാലും ഈ വെയിറ്റ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. കണ്ടോ കണ്ടോ കണ്ട, ഈ വെയിറ്റ് അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കണ്ടോ? ഓക്കെ, ഇത് നമ്മൾ പണ്ട് പറയാൻ ചെയ്തിട്ടുള്ള സാധനം തന്നെ. ഓക്കെ, ആണോടാ, വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ, അത്രേ ഉള്ളൂ. അപ്പൊ എന്ത് പറ്റി, ഈ നടുക്ക് കിടക്കുന്ന സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തോണ്ടിരിക്കും. എന്നല്ല ഏതെങ്കിലും ഒരു പോയിന്റ് കൊണ്ടുവച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിലീസ് ചെയ്ത് കൊടുത്താൽ ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് അത് തിരിച്ചു ചെന്നോളും. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ആൻഡ് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ റോപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രെച്ച് ചെയ്യാത്ത റോപ്പാ. ഓക്കെ, വലിയുന്ന റോപ്പല്ല. ഈ അനിമേഷന്റെ അത് കുറച്ച് ഇഷ്യൂസ് കാണാം. അതായത് എനിക്ക് ഇതിന്റെ അനിമേഷൻ ജനറേറ്റ് ചെയ്തെടുക്കുന്ന കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതായത് തിയറിറ്റിക്കലി ഈ റോപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രെച്ച് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ ഈ അനിമേഷന്റെ അകത്ത് ഇത് സ്ട്രെച്ച് ആവുന്നുണ്ട്. അത് കാര്യമൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ അത് എവിടെയാന്ന് ചോദിച്ചാൽ അത് ഞാൻ കാണിക്കാതെ വെച്ചേക്കും. അത് അനിമേഷൻ ജനറേറ്റ് ചെയ്ത സമയത്തുള്ള കുറച്ച് ബഗ്, അത് കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ ലിറ്ററലി നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഇത് സ്ട്രെച്ച് ചെയ്യാത്ത റോപ്പാണ്. ഓക്കെ, ഞാൻ ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് അത് മാക്സിമം കറക്റ്റ് ചെയ്തിടാൻ നോക്കാം, കാരണം അത് ഇച്ചിരി ഹെക്റ്റിക് ആയിട്ടുള്ള പണിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞല്ലോ. അപ്പൊ നമുക്കറിയാം എന്ത്, 2 വെയിറ്റ് എവിടെയെങ്കിലും 2 പോയിന്റ് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് അതിൽ ഈ പറഞ്ഞിട്ട് ചരട് കിട്ടിയിട്ട് നമ്മൾ നടുക്കൂടെ ഒരു വെയിറ്റ് വിട്ടാൽ വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി അവസാനം എന്ത്, അതിന്റെ ആ ഒരു ഡിസൈഡ് പൊസിഷനിൽ തന്നെ അത് ചെന്ന് നിൽക്കും അല്ലേ? അതിപ്പോ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഡിസൈഡ് ആയിട്ട് എവിടെയാന്ന് റെസ്റ്റ് ചെയ്യുന്ന ആ പൊസിഷനിൽ ആ ചെന്ന് നിന്നോളും. അതറിയാലോ നമുക്ക്.
അപ്പം അത് ഏത് പോയിന്റിലാണ് അതിനെ ഹാങ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഇതിന്റെ വെച്ചിട്ടൊരു കാര്യം പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ നേരെ ഈ റോപ്പിന്റെ ഈ കാര്യങ്ങളെല്ലാം നേരെ കൊണ്ടിട്ട് നമ്മൾ നമ്മുടെ ഗ്രാഫിന്റെ അകത്ത് വെക്കുന്നതിന്റെ കൂട്ടി ചിന്തിക്കുക. അതായത് ഒരു പ്ലോട്ടിന്റെ അകത്ത്, പ്ലോട്ടിൽ ഈ പോയിന്റ് എവിടെ ഹാങ് ചെയ്തേക്കുന്നത്? ഒറിജിനിൽ. ഓക്കെ, എവിടെയാന്ന് ചോദിച്ചാൽ ഈ പോയിന്റ്, ഓക്കെ, ഈ ലെഫ്റ്റിലത്തെ പോയിന്റ് കൊണ്ട് നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്ന ഒറിജിനിലാന്ന് വെച്ചോ. അതുകൊണ്ട് 0 0. രണ്ടാമത്തെ പോയിന്റിനെ ബി, ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞൊരു പോയിന്റിൽ കൊണ്ട് ഫിക്സ് ചെയ്ത് അവിടുത്തെ എക്സും വൈ കോർഡിനേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എയും ബിയും. ഇതിനെ ഒറിജിനിൽ വെച്ചേക്കുന്നുണ്ട് 0 0. ഓക്കെ, ഇത് താഴെ വന്നിരിക്കുന്ന റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റിനെ പി. അതെന്തുകൊണ്ടാണ് റെസ്റ്റ് മീൻസ് ആടി ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കാണും, ടെൻഷൻ മീൻസ് ടെൻഷൻ അല്ല, അതായത് മിനിമൽ ഫോഴ്സ്, അതെല്ലാം നമുക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഇനി എന്താ, ഇപ്പൊ ഇത്രയും കത്തിയല്ല ഈ പോയിന്റ്സും എല്ലാം. ഇനി ഞാൻ കാര്യം പോട്ടെ, നമ്മൾ ഇവരെ ഗ്രാഫിൽ കൊണ്ട് നല്ല പ്ലോട്ട് ചെയ്തേ. അപ്പൊ ഗ്രാഫിൽ കൊണ്ട് പ്ലോട്ട് ചെയ്തപ്പം എന്ത് കിട്ടി? ഈ കാണുന്നത് നമ്മുടെ ഒറിജിൻ പോയിന്റ്, ഈ കാണുന്ന എന്ത് ബി പോയിന്റ്, അവിടുത്തെ എക്സും വൈ കോർഡിനേറ്റ് എയും ബി. അപ്പം ഈ കാണുന്ന ഒറിജിനിന്ന് ഇവിടം വരെ എന്ത് ഡിസ്റ്റൻസ് കാണും? ഓക്കെ, ഈ കാണുന്ന ഒറിജിനിന്ന് ഇവിടം വരെ എന്ത് ഡിസ്റ്റൻസ് കാണും? എ ഡിസ്റ്റൻസ് കാണും. കാരണം ഒറിജിനിന്ന് ഇങ്ങറ്റത്തുള്ള ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് എ. ഓക്കെ, അപ്പൊ ഈ ഓ തൊട്ട് ഇങ്ങറ്റം വരെ ഈ ബിയുടെ ഇവിടം വരെ വന്നാൽ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്താന്ന് ചോദിച്ചാൽ എ ആ, അല്ലേ? മനസ്സിലായി? അതുപോലെ ഈ ഒറിജിനിന്ന് താഴെ വരെയുള്ള ഇത്രയും ഡിസ്റ്റൻസ് ഏത്? ഇതിന് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ ഉള്ള താഴെ വരെയുള്ള ഇത്രയും ഡിസ്റ്റൻസ് എന്താന്ന് ചോദിച്ചാൽ അത് ബി ആ. ഓക്കെ, അതായത് ഈ പോയിന്റിൽ നിന്ന് ഇത്രയും വരെയുള്ള ദൂരം മാഗ്നിറ്റ്യൂഡ് നമ്മളോട് ചോദിച്ചാൽ എയും, ഈ പോയിന്റ് തൊട്ട് ഇത്രയും വരെയുള്ള മാഗ്നിറ്റ്യൂഡ് നമ്മളോട് ചോദിച്ചാൽ ബിയും. ഓക്കെ, ഈ പോയിന്റിന്റെ സ്ട്രെയിറ്റ് ആയിരിക്കണം ഈ പോയിന്റ്. എന്താന്ന് നോർമലി നമുക്കറിയാമല്ലോ. നമ്മളിപ്പോ സൈൻ ഒന്നും പറഞ്ഞിട്ടില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇതിനെ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കുറച്ച് അനാലിസിസ് നടത്താനായിട്ട് ജസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് വെച്ച് പിടിപ്പിക്കാം. ഓക്കെ, ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചു. അപ്പൊ എന്ത് പറ്റി? നമുക്ക് ഈ കാണുന്ന ആംഗിളിനെ ആൽഫ എന്ന് വിളിക്കാം, ഈ കാണുന്ന ആംഗിളിനെ ബീറ്റ എന്ന് വിളിക്കാം. ഓക്കെ, നമുക്കറിയാം ഇത്രയും ഡിസ്റ്റൻസിന്റെ ലെങ്ത് ആണ് എ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇവിടെ രണ്ട് ട്രയാങ്കിളിനെ ഫോം ചെയ്ത്, ആ രണ്ട് ട്രയാങ്കിളിനാണല്ലോ രണ്ട് ആംഗിൾ. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളിനെ ഫോം ചെയ്തപ്പം ഈ ട്രയാങ്കിളിന്റെ ബേസിനെ നമുക്ക് എക്സ് എന്ന് വിളിച്ചാൽ ഈ ട്രയാങ്കിളിന്റെ ബേസിന്റെ ലെങ്ത് എത്ര ആയിരിക്കും? മീൻസ് ഈ ട്രയാങ്കിളിന്റെ ബേസിനെ അല്ല നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നത്, ഈ ട്രയാങ്കിളിന്റെ ബേസിന്റെ ലെങ്ത് ആണ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ബേസിന്റെ ലെങ്ത് എന്തായിരിക്കും? എ മൈനസ് എക്സ്. അതിന്റെ കാരണം എന്താ? ഇത്ര എ ആണെങ്കിൽ ഇത്ര എക്സ് ആണെങ്കിൽ ഈ കാണുന്നത് എ മൈനസ് എക്സ് ആയിരിക്കുമല്ലോ, നമുക്ക് നന്നായിട്ട് അറിയായിരിക്കുമല്ലോ. അതുപോലെ നമുക്ക് ഈ കാണുന്ന ഇവിടം തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് വൈ എന്ന് വിളിക്കാം. ഓക്കെ, അത് വൈ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തുമായിരിക്കും? ഇത്രയും ബി മൈനസ് വൈ. ഇവിടെ കുറെ പേർക്ക് ഒരു സംശയം തോന്നാം. ഓക്കെ, അത് ഭയങ്കര എവിഡന്റാ. ആ സംശയം എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മൾ പറഞ്ഞ എന്താ, ഇത്രയും ഡിസ്റ്റൻസ്, ഓക്കെ, ഈ കാണുന്ന ഇത്രയും ഡിസ്റ്റൻസ് ആണ് വൈ, ഇത്രയും മാത്രം ഡിസ്റ്റൻസ് ആണ് ബി. അതെന്ത്? നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ട്, ഇവിടെ തൊട്ട് ഇത്രയും ഡിസ്റ്റൻസ് ആണ് ബി എന്നും. ഓക്കെ, അതിന്റെ അതേ സ്ട്രൈറ്റ് ലൈനിൽ വരുന്നത് ഇതുമല്ല. സോ ഈ കാണുന്ന ഇത്രയും ഡിസ്റ്റൻസ് മാത്രമാണ് ബിയും, ഈ കാണുന്ന ഫുൾ ഡിസ്റ്റൻസ് ആണ് വൈയും. അപ്പൊ നമ്മളോട് സ്വാഭാവികമായിട്ടും ഈ ഡിസ്റ്റൻസ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ പറയും? വൈ മൈനസ് ബിനെ പറയും, അല്ലേ? കാരണം എന്താ, നമ്മൾ എപ്പോഴും ഡിസ്റ്റൻസ് കണക്ക് കൂട്ടുമ്പോൾ വലുതേ മൈനസ് ചെറുതല്ലേ എടുക്കുന്നത്. അത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചത്. ഇത്രയും കാണുന്ന എയും ഇത്രയും മാത്രം കാണുന്ന എക്സ്, അപ്പൊ ഇത്രയുള്ള ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ എ മൈനസ് എക്സ്. അങ്ങനെ അതേ ലോജിക്കാണ് ഇവിടെ. എന്താണ്? ഇത്രയും കാണുന്ന ഡിസ്റ്റൻസ് ബി, ഇത്രയും മാത്രം ഉള്ളത് വൈ. അങ്ങനെയാണ് ഈ പാർട്ട് എന്താന്ന് ചോദിച്ചാൽ വൈ മൈനസ് ബി എന്ന് വരണം. പക്ഷെ ഇവിടെ ബി മൈനസ് വൈ എന്നാണ് വന്നേക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ഇതിനെ എവിടെ കൊണ്ടുപോയി വെച്ചേക്കുന്നത്? നമ്മളൊരു ഗ്രാഫിലാ. ഓക്കെ, ഇത് റൈറ്റ് സൈഡാ ഇങ്ങോട്ട്. സോ സൈൻ മീൻസ് സൈൻ എന്ന് ഉദ്ദേശിച്ചാൽ മറ്റേ സൈനും കോസിലെ സൈൻ അല്ല, മാഗ്നിറ്റ്യൂഡ് സൈനും ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് സൈൻ എന്ന് പറയുന്ന പോസിറ്റീവ് ഇവിടെ. ഓക്കെ, ഇതില് പക്ഷെ താപ്പോട്ടാ. അപ്പൊ ഇവിടെ എന്താ? ഇവിടെ സൈൻ നെഗറ്റീവാ ആക്ച്വലി. ഓക്കെ, അത് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇങ്ങോട്ട് നമ്മൾ നോർമലി എടുക്കുന്ന അതേ കൺവെൻഷൻ തന്നെ നമുക്ക് ഫോളോ ചെയ്താൽ മതി. പക്ഷെ ഇങ്ങോട്ട് അങ്ങനല്ല. ഓക്കെ, അതായത് നിങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ ഇങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും.
ഇങ്ങോട്ട് താഴോട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഡിസ്റ്റൻസുകളെല്ലാം നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഡിസ്റ്റൻസ് എങ്ങനെ നെഗറ്റീവ് വന്നിരുന്നു? ഡിസ്റ്റൻസ് വേണ്ട ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, നമ്മളിപ്പോ ഇത് ഗ്രാഫിന്റെ കേസല്ലേ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഡയറക്ഷൻ വരുമല്ലോ, ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ലല്ലോ ഡയറക്ഷനും വരുമല്ലോ. നമ്മൾ ഇത്രയും നേരം എടുത്ത എക്സാമ്പിൾ എല്ലാം ഡയറക്ഷൻ എടുത്തിട്ടുണ്ട്. കാണിച്ചു തന്നതാണ്ട ഇവിടെ കാറിന്റെ റെഡാൻഡേം കേസ് തൊട്ട് മുമ്പേ നമ്മൾ വന്ന എക്സാമ്പിൾ അറിയാത്തവർക്ക് വേണ്ടി. dx/dt എന്താ? -80 ഫീറ്റ് പെർ മിനിറ്റ്. അതിന്റെ കാര്യം എന്താ? കണ്ടേ, ഡിസ്റ്റൻസ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. കണ്ടതാണ്ട് ഈ കാണുന്ന ഡിസ്റ്റൻസ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക റെഡാറിനോട് എടുക്കുമ്പോൾ. ഓക്കെ, അതുപോലെ മറ്റേ കോണിൽ വാട്ടർ ഫില്ല് ചെയ്യുന്ന അവിടെ dh/dtയും dr/dtയും പോസിറ്റീവ്, dv/dt. അതിന്റെ കാര്യം എന്താ? വെള്ളം കൂടുന്നതനുസരിച്ച് വാട്ടർ കോളത്തിന്റെ ഹൈറ്റ് കൂടുന്നുണ്ട്, വാട്ടർ കോളത്തിന്റെ റേഡിയസ് കൂടുന്നുണ്ട്, കോണിന്റെ അകത്തുള്ള വോളിയം കൂടുന്നുണ്ട്. മൂന്ന് എൻറ്റിറ്റിയും കൂടിക്കൊണ്ടിരിക്കുക. അപ്പം പറ്റി പോസിറ്റീവായി. ഓക്കെ, അതേ സാധനം തന്നെ ഇവിടെ. പക്ഷെ ഇവിടെ എന്താണ്, ഒരു ക്വാണ്ടിറ്റി കൂടുന്നോ കുറയുന്നതായിട്ട് നമുക്കില്ല. അതെന്താ? ഇവിടെ എക്സ് എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി കുറഞ്ഞോണ്ടിരുന്നേ, ഇവിടെ വോളിയം ഹൈറ്റും റേഡിയസും കൂടിക്കൊണ്ടിരുന്നേ. ഇവിടെ പക്ഷെ ക്വാണ്ടിറ്റി ഇല്ല, ഇവിടെ ഗ്രാഫാ. ഓക്കെ, അവിടെ നമ്മൾ എന്താണ് സൈൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഗ്രാഫ് ആയിട്ട് ഇങ്ങനെ സൈൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒറിജിനൽ ആപ്പോട്ടുള്ള എല്ലാം നമുക്ക് നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യാനേ പറ്റും. അതായത് മാഗ്നിറ്റ്യൂഡ് വൈസ് നമ്മൾ വന്ന ശരിയാ, y മൈനസ് ബി ആ. മനസ്സിലായോ? പക്ഷെ സൈൻ വൈസ് നമ്മൾ നോക്കിയാൽ എന്തോ മൈനസ് y മൈനസ് ബി എന്ന് വരും. ദാറ്റ് ഈസ് ഇക്വൽ ടു ബി മൈനസ് ഐ. ഇപ്പൊ മനസ്സിലായോ? അതായത് ഈ കാണുന്ന ഒറിജിൻ പോയിന്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്മൾ എടുക്കുമ്പോൾ അതെല്ലാം പോസിറ്റീവാ. സോ ഈ a മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഓഫ് a മൈനസ് എക്സ് എന്നാ. പക്ഷെ നമ്മൾ താഴോട്ട് എടുക്കുക നമുക്ക് എന്താ കിട്ടുന്നത്? നെഗറ്റീവ് ഓഫ് y മൈനസ് ബി എന്നാ. അതായത് ആക്ച്വൽ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ആക്ച്വൽ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചാൽ y മൈനസ് ബി തന്നെ. കാരണം വലുതിൽ നമ്മൾ ചെറുത് പറയും. പക്ഷേങ്കിൽ ഇത് താഴോട്ടായിരുന്ന എന്താവും? അത് മൈനസ് y മൈനസ് ബി എന്നാവും. അപ്പൊ എന്താ ഒരു ബി മൈനസ് വൈ എന്നാവും. അങ്ങനെയാണ് ആക്ച്വലി ബി മൈനസ് വൈ ആയേക്കുന്നത്. ഓക്കെ, ആ ഒരു ഐഡിയ കിട്ടിയല്ലോ. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇത്രയും കാണുന്ന ഡിസ്റ്റൻസ് ബി മൈനസ് വൈ, ഇത് എ മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ബൈ പൈതഗോറസ് തിയറം വെച്ചിട്ട് എന്താവും? റൂട്ട് ഓഫ് a മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് വൈ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് പൈതഗോറസ് തിയറം. ഇതിന്റെ അകത്തോട്ട് വരുമ്പോൾ y മൈനസ് ബി ആണെങ്കിലും ബി മൈനസ് വൈ ആണെങ്കിലും അത് ഇല്ലാണ്ടേ ആയിപ്പോയി പോവാ. അത് മനസ്സിലായല്ല? ഇനി ഇതാ നേരെ ഇങ്ങോട്ട് വാ. ഈ ട്രയാങ്കിളിന്റെ കേസ് കൺസിഡർ ചെയ്താൽ ഇത് എക്സ്, ഇത് വൈ, അങ്ങനെയാണ് ഇത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, അത്രയും കിട്ടിയേ. ഇനി താഴോട്ട് വാ. നമ്മൾ കണ്ടുപിടിച്ചെന്താ? ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് റൂട്ട് ഓഫ് എ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് വൈ ഹോൾ സ്ക്വയർ. നമുക്കറിയാം ഇതെന്തോന്നാ? നമ്മുടെ റോപ്പിന്റെ ലെങ്താ. നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ട് റോപ്പിന്റെ ലെങ്ത് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന റോപ്പ് അല്ല ഇത്. ഓക്കെ, അപ്പൊ ഈ ലെങ്ത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഈ ടോട്ടൽ ലെങ്ത് എത്ര റോപ്പിന്റെ? ഈ റോപ്പിന്റെ ടോട്ടൽ ലെങ്ത് എത്ര? ഈ ലെങ്ത് പ്ലസ് ഈ ലെങ്ത് അല്ലേ? അപ്പൊ എന്തോ L ആണ് നമ്മുടെ ടോട്ടൽ റോപ്പിന്റെ ലെങ്ത് എങ്കിൽ L ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 പ്ലസ് എ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2. ഈ 1/2 എന്ന് പറഞ്ഞാൽ റൂട്ടിനെ നമ്മൾ മാറ്റി എഴുതുന്നേ ഉള്ളൂ. അപ്പൊ എന്നിട്ട് L ഈക്വൽ ടു 2 കിട്ടി അല്ലേ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു കാര്യം അറിയാം. എന്താണ് ആ കാര്യം? ഈ ലെങ്ത് ഓഫ് റോപ്പ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റാ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡെറിവേറ്റീവ് എടുക്കാം. ഡെറിവേറ്റീവ് എടുത്താൽ എന്താ? ഒരു dl/dt എന്ന് പറയുന്ന dl/dx എന്ന് പറയുന്ന ഓൾറെഡി എന്തോ 0 ഇപ്പോ. കാരണം ഈ L കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എടുത്ത 0. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താലോ? ഓക്കെ, നമ്മുടെ ഡെറിവേറ്റീവ് ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്ക്. ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 പ്ലസ് y ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 ഇൻറ്റു y ഡാഷ്. y ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? dy/dx പ്ലസ് മൈനസ് എ മൈനസ് എക്സ് ബൈ എ മൈനസ് എക്സ് ദ ഹോൾ മീൻസ് ഇതേ സാധനം തന്നെ. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് വായിക്കുന്നതില്ല. ഇത് റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഈ കാണുന്നതിന്റെ ഡെറിവേറ്റീവ് എടുത്താല് ഞാൻ വീണ്ടും ചുമ്മാ ഇത് കുത്തിന്ന് വായിക്കണ്ടല്ലോ, നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇത്രയും നമുക്ക് കിട്ടിയേ. ഇനിയാണ് പറയാനുള്ള ഒറ്റ കാര്യം. നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്ന സാധനം എന്താ? ക്രിട്ടിക്കൽ പോയിന്റ്. ഓർക്കുന്നുണ്ടോ? എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ്? അതായത് ഒന്നെങ്കിൽ മിനിമയോ മാക്സിമോ ആവാനുള്ള പോയിന്റ്. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? എപ്പോഴും ഒരു വെയിറ്റ് റിലീസ് ചെയ്താൽ അത് എവിടെ ആയിരിക്കും വന്നിരിക്കുന്നത്?
ഒന്ന് നമ്മുടെ പഴയ ഫിസിക്സിന്റെ ക്ലാസ്സിലോട്ടൊന്ന് പോയി നോക്ക്, ഒന്ന് ഓർത്ത് നോക്ക്, അപ്പൊ മനസ്സിലാവും. അതായത് ഈ വെയിറ്റ് എപ്പോഴും വന്ന് സെറ്റിൽ ചെയ്ത് നിൽക്കുന്നത് എന്തായിരിക്കും, ഒരു ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് ഉള്ള സ്ഥലത്തായിരിക്കും. മനസ്സിലായോ? അതായത് എന്താണ്, ബൈ ഡീഫോൾട്ട് ഉണ്ടല്ലോ ഈ നേച്ചർ എപ്പോഴും ലോവസ്റ്റ് ആയിട്ടുള്ള എനർജിയിൽ വന്ന് പ്രിസർവ് ചെയ്ത് കീപ്പ് ചെയ്യാനേ സൂക്ഷിക്കും. അപ്പൊ എന്ത് പറ്റും, ലോവസ്റ്റ് എനർജി സ്റ്റേറ്റിലായിരിക്കും വന്നിരിക്കുന്നത്. അതായത് എന്താണ്, പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അത് മിനിമൽ ആയിരിക്കണം. ആൻഡ് ഈ റോപ്പിന്റെ ടെൻഷൻ മിനിമൽ ആയിരിക്കണം. അങ്ങനത്തെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്ത് പറ്റും, മിനിമൽ പോയിന്റ്, അതായത് എനർജി എന്ന് പറയുന്നത് ആ വെയിറ്റിൽ ഉള്ള എനർജി എന്ന് പറയുന്നത് മിനിമൽ ആയിരിക്കണം. ഓക്കെ, ഈ കേസിൽ ഹാങ് ചെയ്തേക്കുന്നതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, റോപ്പ് ഉണ്ട്, അതിന്റെ ടെൻഷൻ ഉണ്ട്. ഇതെല്ലാം ബാലൻസ്ഡും മിനിമലും ആയിരിക്കണം. ഓക്കെ, മിനിമൽ, അതായത് മിനിമൽ എനർജി. ഓക്കെ, അതായത് ബേസിക്കലി പറഞ്ഞാൽ ഒരു മിനിമയിലാണ് അത് വന്ന് നിൽക്കുന്നത്. മനസ്സിലായോ? ആ മിനിമം എന്താണ്, ഈ പറഞ്ഞതിന്റെ തൊട്ട് ഇതൊരു എലിപ്റ്റിക്കൽ പാത്ത് ഫോളോ ചെയ്യും. ഇത് എലിപ്സിന്റെ വർട്ടക്സിലോ ഫോക്കയിലോ വർട്ടക്സിലോ അവിടെ വന്ന് നിൽക്കുന്നത്. അതെല്ലാം ഇനി താഴോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ജസ്റ്റ് ഓർത്താൽ മതി, മിനിമയിലായിരിക്കും ഇത് വന്നിരിക്കുന്നത്. എന്താണ്, നിങ്ങൾ റിസർച്ച് ചെയ്യണമെങ്കിൽ കൂടുതൽ റിസർച്ച് ചെയ്ത് തപ്പി നോക്കിയാൽ മതി. അതായത് എന്താണ്, ഏറ്റവും മിനിമൽ വെയിറ്റ് സ്റ്റേറ്റിലായിരിക്കും വന്ന് നിൽക്കാൻ നോക്കുന്നത്. മിനിമൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, എന്താണ്, മിനിമൽ ടെൻഷൻ ഇൻ ദ റോപ്സും എല്ലാം ഹാൻഡിൽ ചെയ്തൊക്കെ ഒരു സ്ഥലത്തായിരിക്കും ബൈ ഡീഫോൾട്ട് ഇത് വന്ന് നിൽക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നടക്കുക നിൽക്കുമ്പോൾ. ഓക്കെ, അല്ലാതെ ഒരുപാട് ടെൻഷൻ ഉള്ളിടത്ത് വന്ന് നിൽക്കത്തില്ല ഈ സാധനം. ഇനി എന്താണ്, താഴോട്ട് വന്നേരാ. അപ്പൊ എന്ത് പറ്റി, മിനിമം ഉണ്ട്. മിനിമം ഉണ്ടെന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തറിയാം, dy/dx ഈക്വൽ ടു 0 വരും. dy/dx ഈക്വൽ ടു 0 വന്നെന്ന് പറഞ്ഞാൽ ഇതിനെ എന്ത് റീഅറേഞ്ച് ചെയ്ത് വേണേൽ നമുക്ക് എഴുതാമല്ലോ. അതിൻ്റെ അകത്ത് y' കോമൺ എടുത്ത് അപ്പുറത്ത് വേണേൽ കൊണ്ടുപോകാം. എന്നിട്ട് എന്ത് ചെയ്യാം, കോമൺ എടുക്കാന്ന് എല്ലാം എടുക്കാം, എന്നിട്ട് ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ dy/dx 0 വന്നോണ്ട് ഈ ടേമോ ഈ രണ്ട് ടേമും 0 ആയി പോകും. പിന്നെ ബാക്കി നമ്മുടെ കയ്യിലുള്ളത് ഈ ടേം മാത്രമാണ്. എന്നെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിക്കൊണ്ട് വന്നാൽ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ കിട്ടും, ഈ കാണുന്ന ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, ഇത്രയും വരെ എത്തിയേ. ഇനി സാറിന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിച്ചേക്കണം. അനാലിസിസ്, ഇവിടെ ആൽഫയും ബീറ്റയും കണ്ടോ. ഇവിടുത്തെ സൈൻ ആൽഫ എന്തോന്നാ, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ എന്തോ എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതുപോലെ ഇവിടുത്തെ സൈൻ ബീറ്റ എന്തോന്നാ, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതെന്താ, a minus x divided by root of a minus x the whole square plus b minus y the whole square. ഓക്കെ, അപ്പൊ സൈൻ ആൽഫ സൈൻ ബീറ്റ എന്താ നമുക്ക് മനസ്സിലായില്ല. എന്നിട്ട് താഴോട്ടൊന്ന് നോക്കിയേ. ഈ കാണുന്നതല്ലേ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ സൈൻ ആൽഫ, ഈ കാണുന്നതല്ലേ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ സൈൻ ബീറ്റ അല്ലേ? അതിന്റെ അർത്ഥം എന്തോന്നാ, സൈൻ ആൽഫ ഈക്വൽ ടു സൈൻ ബീറ്റ എന്നല്ലേ, അല്ലേ? അതല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞ. ഓക്കെ, ഏതാണ്ട് നോക്ക്, സൈൻ ആൽഫ ഈക്വൽ ടു സൈൻ ബീറ്റ. ഓക്കെ, ഇതാണ് ലാസ്റ്റ് നമുക്ക് കിട്ടിയ റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പുമായിട്ട് ഇനി എന്ത് ബന്ധമുള്ളതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. ബന്ധമുണ്ട്. അതായത് നമ്മളൊരു റോപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ, അതായത് ഇപ്പൊ വെക്ടേഴ്സ് അറിയാത്തവർക്ക് ചിലപ്പോൾ സംശയം തോന്നും. അതായത് ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് കാണും. അപ്പൊ എപ്പോഴും ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്താണ്, സൈനുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റ് കോസുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കമ്പോണന്റും. അത് നമ്മൾ വെക്ടേഴ്സ് കവർ ചെയ്യുമ്പോൾ നമ്മളത് ക്ലിയർ കട്ടായിട്ട് പറയും. ഓക്കെ, തൽക്കാലം ഇത്രയും മാത്രം പറഞ്ഞാൽ മതി. എന്താണ്, ഇപ്പം ഈ റോപ്പ് ഉണ്ടല്ലോ, ഈ റോപ്പിൽ ഒരു വെയിറ്റ് ആണല്ലോ ഹാങ് ചെയ്ത് കിടക്കുന്നത്. അപ്പൊ ഈ വെയിറ്റിന് ഒരു ടെൻഷൻ കാണും. അതായത് എന്താണ്, ഈ റോപ്പിനെ ഇങ്ങോട്ട് വലിച്ചോണ്ടിരിക്കുക, റോപ്പ് തിരിച്ചും വലിക്കുമല്ലോ. അതായത് ആ സ്ട്രിങ്ങിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെൻഷൻ, അതായത് ഇവിടുന്നും കാണും. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് എടുത്താൽ ഈ സൈഡിലോട്ടുള്ള ടെൻഷൻ ആണെങ്കിൽ ഇതിനൊരു വെർട്ടിക്കൽ കമ്പോണന്റും കാണും, ഇതിനൊരു ഹൊറിസോണ്ടൽ കമ്പോണന്റും കാണും. ഓക്കെ, അതുപോലെ ഈ റോപ്പിന്റെ ഈ ഒരു സെഗ്മെന്റ് എടുത്താൽ ഇതിനും കാണും ഒരു വെർട്ടിക്കൽ കമ്പോണന്റ്, ഇതിനും കാണും ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ്. അപ്പൊ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, സപ്പോസ് ഈ കാണുന്ന സ്ട്രെസ് റോപ്പിലെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ T1ഉം ഈ കാണുന്ന റോപ്പിലെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ T2 ആണെങ്കിൽ ഈ T1 എന്ന് പറഞ്ഞ മീൻസ് ഈ ഫസ്റ്റ് റോപ്പിലെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ദ ടെൻഷൻ എന്താന്ന് ചോദിച്ചാൽ
T1 സൈൻ ആൽഫ എന്ന് വിളിക്കും. ഓക്കെ, കാരണം ഇവിടുത്തെ ആംഗിൾ ഏതാ? ആൽഫ. അതുപോലെ ഈ കാണുന്ന സെഗ്മെന്റിലെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ടെൻഷൻ എന്താന്ന് വെച്ചാൽ T2 സൈൻ ബീറ്റ എന്ന് വിളിക്കും. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു ഈ കാണുന്ന സെഗ്മെന്റിലെ ടെൻഷൻ എന്ന് പറയുന്നത് T1, ഈ കാണുന്ന സെഗ്മെന്റിലെ ടെൻഷൻ T2 ആണെങ്കിൽ ഇവര് ഫോം ചെയ്യുന്ന ആംഗിൾസ് ആൽഫയും ബീറ്റയും ആണെങ്കിൽ ഈ കാണുന്ന റോപ്പിൽ ഉണ്ടാവുന്ന ഹൊറിസോണ്ടൽ ടെൻഷൻ കമ്പോണന്റ് എന്ന് പറയുന്നത് T1 സൈൻ ആൽഫയും ഈ കാണുന്ന സെഗ്മെന്റിലെ ഹൊറിസോണ്ടൽ ടെൻഷൻ കമ്പോണന്റ് എന്താണെന്ന് ചോദിച്ചാൽ T2 സൈൻ ബീറ്റ. അതായത് ഇങ്ങനെ ഇരിക്കും. ഇതാണല്ലോ നമ്മുടെ വെയിറ്റ്. ഇതാണല്ലോ വെയിറ്റിന്റെ താപ്പോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് mg. അപ്പൊ ഇതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഈ കാണുന്ന റോപ്പിന്റെ രണ്ട് പാർട്ടിൽ നിന്ന് ഒന്ന് T1 ടെൻഷൻ T1 അങ്ങോട്ടും ടെൻഷൻ T2 അങ്ങോട്ടും നിൽക്കുമല്ലോ. ഇത് ബാലൻസ്ഡ് ആണല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് ലെവൽ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ എന്താ, ഈ കാണുന്ന ടെൻഷൻ ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ട്, വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ട്. ഈ കാണുന്ന ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് എന്ത്, ഈ കാണുന്ന ടെൻഷൻ T1ന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഈ കാണുന്ന റൈറ്റിലോട്ട് പോകുന്നതാണ് ടെൻഷൻ T2ന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞ എന്താ, T1ന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ T1 സൈൻ ആൽഫ. ഓക്കെ, അതുപോലെ T2ന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ T2 സൈൻ ബീറ്റ. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വെയിറ്റ് ഇതുപോലെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കണമെങ്കിൽ ഈ T1 സൈൻ ആൽഫയും T2 സൈൻ ആൽഫയും സെയിം ആയിരിക്കണ്ടേ? കാരണം ഈ T1 സൈൻ ആൽഫ അങ്ങോട്ട് വലിക്കുന്ന അതേ ഫോഴ്സിൽ തന്നെ T2 സൈൻ ബീറ്റ അങ്ങോട്ട് വലിച്ചാൽ മാത്രമല്ല ഇവർ അനങ്ങാതെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കൂ. അതായത് പ്യുവർ നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിൽ പഠിക്കുന്ന അതേ ലോജിക്ക് തന്നെ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റൂ. ഓക്കെ, അതായത് T1 സൈൻ ആൽഫ മസ്റ്റ് ബി ഈക്വൽ ടു T2 സൈൻ ബീറ്റ. T2 സൈൻ ബീറ്റ കൂടുതലാണെങ്കിൽ ഇത് ഇച്ചൂടെ അങ്ങോട്ട് വലിയാൻ നോക്കും, അല്ലെ T1 സൈൻ ആൽഫ കൂടുതലാണെങ്കിൽ ഇങ്ങോട്ട് വലിയാൻ നോക്കും. അപ്പൊ ടെൻഷൻ ഈ ഭാഗത്തായിട്ട് കൂടും. അപ്പൊ എന്താണ്, സ്റ്റേബിൾ ആയിട്ട് നിൽക്കണമെങ്കിൽ T1 സൈൻ ആൽഫ മസ്റ്റ് ബി സെയിം ആസ് T2 സൈൻ ബീറ്റ ആയിരിക്കണം. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. അപ്പൊ അതാ നേരെ ഇങ്ങോട്ട് വന്നാല് എന്തേ വേണ്ടേ, T1 സൈൻ ആൽഫ ഈക്വൽ ടു T2 സൈൻ ബീറ്റ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താ, സൈൻ ആൽഫ മസ്റ്റ് ബി ഈക്വൽ ടു സൈൻ ബീറ്റ. ഓക്കെ, അങ്ങനെയാണെ T1 ഈക്വൽ ടു T2. അതായത് എന്ത്, ടെൻഷൻ T1 എന്ന് പറയുന്ന T2ന് ഈക്വൽ ആയിരിക്കണം. ഇതെവിടെ ആപ്ലിക്കബിൾ എന്നറിയാം? അതായത് ഇപ്പൊ ഒരു പാലമൊക്കെ കിട്ടുക. ഓക്കെ, സസ്പെൻഷൻ ബ്രിഡ്ജുകൾ ഉണ്ടല്ലോ, അത് കെട്ടുമ്പോ ഇതുപോലെ റോപ്പുകൾ ഈ പറഞ്ഞതിലോട്ട് ബ്രിഡ്ജിലോട്ട്, ബ്രിഡ്ജിന്റെ മീൻസ് ആ ബീമിന്റെ അകത്തോട്ട് വലിച്ചു കെട്ടുവന്നല്ലോ. അവിടെ ഈ പറഞ്ഞ എന്താണ്, ആംഗിൾസ് സെയിം ആയിരിക്കണം. ഓക്കെ, അതുപോലെ ഈ ടെൻഷൻസ് സെയിം ആയിരിക്കണം. ഈ ആംഗിളിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അങ്ങോട്ടുള്ള ടെൻഷൻ മാറും, ചിലപ്പോൾ കൂടാൻ കുറയാം. ഓക്കെ, ആൻഡ് ഈ T1നെക്കാട്ടിലും ടെൻഷൻ ഈ T2ന് കൂടുതലാണെങ്കിൽ T2 പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതല. കാരണം T2ൽ ഒരുപാട് ടെൻഷൻ ഫീൽ ചെയ്യുക. അപ്പൊ എന്ത് പറ്റും, സസ്പെൻഷൻ ബ്രിഡ്ജ് പൊട്ടിപ്പോവും. അപ്പൊ ഇവിടുത്തെ ഒരു പൊട്ടല് പൊട്ടി എന്ത് പറ്റും, T1ൽ വീണ്ടും ടെൻഷൻ കൂടും. അപ്പൊ T1 പൊട്ടും. അങ്ങനെ ടപ്പേന്ന് മൊത്തം പൊട്ടിയങ്ങ് പോകും. മനസ്സിലായ? ഇതാണ് ഇതിന്റെയൊക്കെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ. അതായത് ഇപ്പൊ ചിലപ്പോ ചില പ്രത്യേക ക്രെയിനുകൾ വല്ലതും കാണും രണ്ട് സൈഡിൽ നിന്ന് ഇട്ട് ലിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നത്, കാരണം വിഡ്ത് ഭയങ്കര കൂടുതലായിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ. അപ്പൊ അവിടെ ഇത് ആപ്ലിക്കബിളാ. ടെൻഷൻ സെയിം ആയിരിക്കണം, അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇല്ല ചിലപ്പോൾ ആ സാധനമായി പൊട്ടിപ്പോവും. എങ്ങോട്ടാണ് ടെൻഷൻ കൂടുതൽ, ആ ഏരിയ സ്ട്രെസ് കൂടുതലായിരിക്കും, പൊട്ടിപ്പോകാൻ സാധ്യത കൂടും. മനസ്സിലായ? ലോക്കൽ മിനിമ വെച്ചിട്ട് കണ്ടുപിടിച്ചതിന്റെ ഒരു കാര്യം നമുക്ക് മനസ്സിലായിപ്പം. ഇനി പറയാനുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതോടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേൾക്കാം. അതായത് നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഏത് ഐഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ, ഈ വെയിറ്റ് വരുന്ന പാത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് തുറന്നു, ഒന്ന് കണ്ണു ഒന്ന് ജസ്റ്റ് നോക്ക്. ഇതാണ്ട ഈ വെയിറ്റ് പോകുന്നൊരു പാത്ത് നിങ്ങൾ കണ്ടോ? അതായത് ഇതൊരു എലിപ്സ് പോലെ, അതായത് കണ്ടോ, ഇങ്ങനൊരു എലിപ്സ് പോലെ പോകുന്നത്. ശ്രദ്ധിച്ചോ? ഇനി ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. കാണാണ്ടോ, ഒരു എലിപ്റ്റിക്കൽ പാത്തിൽ കൂടെ ഇത് പോകുന്നത്. മനസ്സിലായോ? ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, ഇതുപോലൊരു എലിപ്റ്റിക്കൽ പാത്ത് കണ്ട. ഓക്കെ, ആൻഡ് നമ്മൾ അറ്റാച്ച് ചെയ്ത പോയിന്റ്സ് ഇല്ലേ, ഏത് നമ്മുടെ ആ രണ്ട് പിവോട്ട് ചെയ്ത പോയിന്റ്സ്, ഏത് ഈ പോയിന്റ്സ്, ഈ പോയിന്റും ഓക്കെ, ഈ പോയിന്റും ആ പോയിന്റുകളാണ് നമ്മുടെ ഫോക്കൈ. മനസ്സിലായോ? ആൻഡ് ഈ വെയിറ്റ് വന്ന് റെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പോയിന്റ് ഏതെന്നറിയാം?
അതായിരിക്കും അതിന്റെ വെർട്ടെക്സ്. മനസ്സിലായ? ഞാൻ ജസ്റ്റ് ഒരു നോളജിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അത് ചെക്ക് ചെയ്താൽ അതെന്താണ് ഒരു എന്ത് നമുക്ക് മനസ്സിലായി. എലിപ്സ് പോകുന്നതിന്റെ തൊട്ട് മനസ്സിലാവും. അതിന്റെ എലിപ്സിന് 2 ഫോക്കസ് ഉണ്ടെന്ന് അറിയാലോ നമുക്ക്. ഓക്കെ, മേ ബി ചിലപ്പോൾ ഈ ഇമേജിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് കാണും, അറിയത്തില്ല. ജനറേറ്റഡ് ഇമേജ്. അപ്പം 2 ഫോക്കൈ കാണും. ആ ഫോക്കയിലായിരിക്കും നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന പോയിന്റും ആൻഡ് ആ വെർട്ടെക്സ് ആയിരിക്കും ലോവസ്റ്റ് പോയിന്റും. സോ നമുക്ക് ആ വെർട്ടെക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എലിപ്സിന്റെ വെർട്ടെക്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഉപയോഗിക്കാം. മനസ്സിലായോ? ഞാൻ ഒന്ന് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ.